കഴിഞ്ഞ 2002 നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെൻ്ററി പുറത്തേക്ക് വിട്ടു. അതിൻ്റെ പേരിതാണ് ഇന്ത്യൻ പ്രിഡേറ്റേഴ്സ്. പേര് കേട്ടിട്ട് കുറച്ച് ഖനം പോലെ തോന്നുന്നുണ്ടല്ലേ? അതിൻ്റെ ഉള്ളടക്കവും അതുപോലെയാണ്, നല്ല ഖനമാണ്. ഇന്ത്യയെ വിറപ്പിച്ച ഒരു കൂട്ടം സീരിയൽ കില്ലേഴ്സിൻ്റെ യഥാർത്ഥ ചരിത്രമാണ് ആ ഡോക്യുമെൻ്ററി വഴി അവർ പുറത്തേക്ക് വിട്ടത്. അതിലെ ഒന്നാമത്തെ ഡോക്യുമെൻ്ററിയുടെ പേരിതാണ് എ ഡയറി ഓഫ് എ സീരിയൽ കില്ലർ. എല്ലാ സീരിയൽ കില്ലേഴ്സും ഒരു സുവനീർ സൂക്ഷിക്കാറുണ്ട്. അത് ചിലപ്പോൾ ഡയറി ആവാം, അല്ലെങ്കിൽ അയാളുടെ ഇരകളുടെ ശരീരഭാഗങ്ങളാവാം. അയാളുടെ ഒഴിവു സമയത്ത് ആ ഡയറി താളുകൾ മറിച്ചു നോക്കുകയോ അതിൽ അയാൾ തന്നെ എഴുതിയിട്ടുള്ള ഇരകളുടെ പേരുകൾ വായിച്ച് ആനന്ദം കൊള്ളുകയോ അല്ലെങ്കിൽ അയാൾ മുറിച്ച് മാറ്റിവെച്ച ഇരകളുടെ ശരീരഭാഗങ്ങൾ നോക്കുകയോ ചെയ്യും. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. എന്നാൽ ഈ രീതികളെല്ലാം ഒരാളിൽ സമന്വയിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള ഒരാളുടെ കഥയാണ് ഇന്ന് പറയുന്നത്. ഡിസംബർ 11, 2000. സ്ഥലം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലുള്ള ഒരു പത്രസ്ഥാപനത്തിൽ ഒരു ജേർണലിസ്റ്റായിട്ട് ജോലി നോക്കി വരികയായിരുന്നു 32 വയസ്സുള്ള ധീരേന്ദർ. ധീരേന്ദർ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ചുറ്റുമായിട്ട് നടക്കുന്ന, അതായത് സമൂഹത്തിൽ നടക്കുന്ന പല ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികളും അന്വേഷിച്ച് കണ്ടെത്തുകയും അത് പത്രത്തിൽ എഴുതുകയും ചെയ്യുമായിരുന്നു അയാൾ. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ധീരേന്ദറിനുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം ആളുകൾ ധീരേന്ദറിനെ കയ്യിൽ കിട്ടിയാൽ അയാളെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ 2000 ഡിസംബർ 13 കടന്നു വരികയാണ്. അന്ന് വൈകിട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് ഓഫീസിലെത്തിയ ധീരേന്ദർ തൻ്റെ സഹപ്രവർത്തകരോട് താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുവാനായിട്ട് 2 ദിവസം കഴിയുമെന്നും പറഞ്ഞു. എന്നിട്ട് ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലെത്തി തൻ്റെ ഭാര്യയോടും ഇതേ കാര്യം തന്നെ പറഞ്ഞു. ആ സമയത്ത് ധീരേന്ദറിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം, അതായത് ഡിസംബർ 14 തൻ്റെ ജന്മനാട്ടിലേക്ക് അയാൾ മടങ്ങി പോവുകയാണ്. എന്നാൽ സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങിപ്പോയ ധീരേന്ദർ ആകട്ടെ ഒരിക്കലും തൻ്റെ വീട്ടിലെത്തിയില്ല. 2 ദിവസമായിട്ടും ധീരേന്ദറെക്കുറിച്ച് യാതൊരു വിവരവും അറിയാത്തതുകൊണ്ട് അയാളുടെ സഹപ്രവർത്തകർ ധീരേന്ദറിൻ്റെ ഫോണിലേക്ക് തുടർച്ചയായിട്ട് വിളിക്കുവാൻ തുടങ്ങി. പക്ഷേ ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും സ്വിച്ച് ഓഫ് എന്ന മറുപടി മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഉത്തർപ്രദേശിനെക്കുറിച്ചും മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരു വർഷത്തിൽ 8000-ഓളം കൊലപാതക കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതും ഇതുമായിട്ട് എന്തു ബന്ധമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ബന്ധമുണ്ട്. കാരണം ധീരേന്ദറിന് ധാരാളം ശത്രുക്കളുണ്ട്. ഏതെങ്കിലും ശത്രുക്കൾ അയാളെ പിടികൂടിയോ എന്ന് കൂട്ടുകാർ സംശയിച്ചു. അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. എത്രയും വേഗം ധീരേന്ദറിനെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദവും ചെലുത്തി. പോലീസ് വേഗം തന്നെ അവരുടെ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൻ്റെ ആദ്യപടിയായിട്ട് ധീരേന്ദറിൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന് പരിശോധിച്ചു. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ധീരേന്ദറിൻ്റെ കൈവശം ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. എന്നാൽ ആ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ആവട്ടെ അയാൾ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് നാട്ടിലേക്ക് പോയത്. ഇതിൽ നിന്നും പോലീസ് ഒരു കാര്യം അനുമാനിച്ചു. ധീരേന്ദർ കുറച്ച് ദിവസം പുറത്ത് തങ്ങുവാനായിട്ട് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അയാൾ ആ ചാർജറും എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എന്നാൽ ചാർജർ ഇതാ വീട്ടിൽ വെച്ചിട്ട് പോയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, അയാൾ അധിക ദിവസമൊന്നും നാട്ടിൽ തങ്ങുവാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല. നിശ്ചയമായിട്ടും അടുത്ത ദിവസം വീട്ടിലേക്ക് മടങ്ങിയെത്താമെന്ന് വിചാരിച്ചായിരിക്കും ധീരേന്ദർ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക. എന്നാൽ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ട ധീരേന്ദർ ആവട്ടെ തറവാട്ടിലെത്തിയിട്ടുമില്ല, തിരിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിട്ടുമില്ല. ഇത് പോലീസുകാരുടെ ചെറിയൊരു ഊഹം മാത്രമാണ്. ആ ഊഹത്തിൻ്റെ പുറത്ത് അവർ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയി. എന്നാൽ തങ്ങളുടെ അന്വേഷണം ആരും വിചാരിക്കാത്തൊരു വഴിത്തിരിവിലേക്ക് മാറുമെന്നും ആ അന്വേഷണത്തിൻ്റെ അവസാനം ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ ഒരു സീരിയൽ കില്ലറിൽ എത്തിച്ചേരുമെന്നും അവരപ്പോൾ വിചാരിച്ചിരുന്നില്ല. പോലീസ് ആദ്യം ചെയ്ത കാര്യം ഇതാണ്. ധീരേന്ദറിൻ്റെ മൊബൈലിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന ഫോൺ കോളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. പോലീസിന് കിട്ടിയ കോൾ റെക്കോർഡ്സിൽ നിന്നും അവസാനമായിട്ട് ധീരേന്ദറിൻ്റെ മൊബൈലിലേക്ക് വന്ന 3 നമ്പറുകൾ അവർ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തു. അതിൽ ഒരു നമ്പർ ലാൻഡ് ലൈനിൻ്റെ ആയിരുന്നു. പോലീസുകാർ സ്റ്റേഷനിൽ ഉള്ള ഫോണിൽ നിന്നും ആ ലാൻഡ് ലൈനിലേക്ക് കോൾ ചെയ്തു. റിംഗ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ മറുതലയ്ക്കൽ ഒരാൾ ഫോൺ എടുത്ത് സംസാരിക്കുവാൻ തുടങ്ങി. അതൊരു സ്ത്രീയായിരുന്നു. ഇതാരാണ് എന്ന പോലീസിൻ്റെ അന്വേഷണത്തിന് ആ സ്ത്രീ കൊടുത്ത മറുപടി ഇതാണ്. തൻ്റെ പേര് ഫൂലൻ ദേവി എന്നാണ്. താൻ ഒരു പഞ്ചായത്ത് ലീഡറാണ്. ഫൂലൻ ദേവിയോട് പോലീസ് അവരുടെ അഡ്രസ്സ് തരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഫൂലൻ ദേവി കൊടുത്ത അഡ്രസ്സ് കണ്ട പോലീസിന് വീണ്ടും സംശയം കൂടുകയാണ്. കാരണം ധീരേന്ദറിൻ്റെ തറവാടുള്ള അതേ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ഫൂലൻ ദേവിയുടെ വീടും. കാണാതായ വ്യക്തിയും അവസാനമായിട്ട് കാണാതായ വ്യക്തിയുടെ ഫോണിലേക്ക് വിളിച്ച ഫോൺ നമ്പറിൻ്റെ ഉടമ താമസിക്കുന്നതും ഒരേ ഗ്രാമത്തിലാണ്. പോലീസ് അതിരാവിലെ ഫൂലൻ ദേവിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ്. പോലീസ് ഫൂലൻ ദേവിയുടെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. പോലീസ് ജീപ്പിന് മുൻപിലായിട്ട് നേരെ എതിരെ ഒരു ടാറ്റാ സുമോ വരികയാണ്. ആ ടാറ്റാ സുമോ കണ്ടതും അവർക്കൊരു പന്തികേട് തോന്നി. കാരണം അക്കാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള മിക്ക ടാറ്റാ സുമോ വണ്ടികളും വെള്ള നിറത്തിലാണുള്ളത്. എന്നാൽ ഇവരുടെ മുൻപിലേക്ക് ഇപ്പോൾ വന്ന വണ്ടിയാകട്ടെ പച്ച നിറത്തിലും. പോലീസുകാർ വേഗം കൈ കാണിച്ച്
ആ ടാറ്റ സുമോ നിർത്തി അവർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ടായിരുന്നു. ആ ടാറ്റ സുമോയുടെ മുൻപിലായിട്ട് ചുമല ബോർഡിൽ വെള്ള അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. ടാറ്റ സുമോയുടെ ഉള്ളിലുണ്ടായിരുന്നത് 2 പേരായിരുന്നു, 2 പുരുഷന്മാർ. അവർ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. പോലീസ് അവരോട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് നിങ്ങൾക്ക് എന്താണ് റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ പറയുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ഭാര്യയാണ്. അതെ, ഇവർ തേടി വന്ന ഫൂലൻ ദേവിയുടെ ഭർത്താവാണ് അവരുടെ മുൻപിൽ ഇപ്പോൾ വന്നുപെട്ടത്. കാണാതായ ധീരേന്ദ്രനെ അവസാനമായിട്ട് വിളിച്ചത് ഇവരുടെ വീട്ടിലുള്ള ലാൻഡ് ലൈനിൽ നിന്നുമാണ്. കൂടാതെ ഇയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലീസിന്റെ സംശയം വീണ്ടും വീണ്ടും വർദ്ധിച്ചു. കാരണം പോലീസുകാർക്ക് എപ്പോഴും അറിയാം ഒരാൾ മറുപടി പറയുന്ന രീതി വെച്ച് അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന്. നിരപരാധിയായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം പറയും. അയാൾക്ക് കള്ളം ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു കുറ്റവാളിയാണ് പോലീസിന്റെ മുൻപിൽ വരുന്നത് എങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് അവൻ ആലോചിച്ച് മാത്രമാണ് മറുപടി പറയൂ. ടാറ്റ സുമോയിൽ നിന്നും ഇറങ്ങിയ ആ വ്യക്തി, അതായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ്, പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വളരെ ആലോചിച്ചാണ് മറുപടി പറയുന്നത്. മാത്രവുമല്ല, പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി കൊടുക്കുന്ന സമയത്ത് മുഖത്തൊരു പരിഭ്രമം കാണുന്നുണ്ട്. തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ വ്യക്തി എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി. പോലീസ് അയാളോട് അടുത്ത ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അതിന് അയാൾ കൊടുത്ത മറുപടി ഇതാണ്: എൻ്റെ പേര് രാം നിരഞ്ജൻ എന്നാണ്. പോലീസ് അയാളോടും മറുചോദ്യം ചോദിച്ചു, രാം നിരഞ്ജൻ എന്നുള്ളത് നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ യഥാർത്ഥ പേര് രാജാ കൊളന്തർ എന്നല്ലേ? ശരിയാണ്, തൻ്റെ പേര് രാജാ കൊളന്തർ എന്നാണെന്ന് അയാൾ സമ്മതിച്ചു. സത്യത്തിൽ രാജാ കൊളന്തർ എന്ന പേര് അയാൾ തന്നെ സൃഷ്ടിച്ച ഒന്നാണ്. യഥാർത്ഥ പേര് രാം നിരഞ്ജൻ എന്നാണ്. ഗസറ്റിൽ കൊടുത്ത് പേര് മാറ്റിയതാണ്. ഇവിടേക്ക് പുറപ്പെടും മുൻപ് പോലീസിന് ധീരേന്ദ്രന്റെ തിരോധാനത്തിൽ ഫൂലൻ ദേവിക്കും രാജാ കൊളന്തറിന്റെ പങ്കുണ്ടായിരിക്കുമെന്ന് അനുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പരമാവധി ശേഖരിച്ചിരുന്നു. അതിൽ നിന്നും അവർക്ക് മനസ്സിലായത് ഇതാണ്: ഈ രാജാ കൊളന്തർ അധികം ആരോടും സംസാരിക്കാറില്ല, ഒരു സോഷ്യൽ മൈൻഡുള്ള ആളല്ല. മറ്റുള്ളവരെ അയാൾ വെറും അടിമകളെ പോലെയാണ് കാണാറ്. താൻ അവരെക്കാളും ഉയർന്ന ആരോ ആണെന്നുള്ളൊരു ഭാവം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷനിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടത് രാജാ കൊളന്തറിന്റെ ഭാര്യ ഫൂലൻ ദേവിയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫൂലൻ ദേവി എന്നുള്ളത് അവരുടെ യഥാർത്ഥ പേരല്ല. അവരുടെ യഥാർത്ഥ പേര് ഗോമതി ദേവി എന്നാണ്. ഗോമതി ദേവിക്ക് ഫൂലൻ ദേവി എന്ന് പേര് മാറ്റിയിട്ടത് ഈ രാജാ കൊളന്തർ തന്നെയാണ്. അതിന് പിന്നിൽ അയാൾക്കൊരു കാരണമുണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും കുപ്രസിദ്ധയായ ഒരു വനിതാ ചമ്പൽ കൊള്ളക്കാരിയാണ് ഫൂലൻ ദേവി. 21ഓളം പുരുഷന്മാരെ കൊന്ന സ്ത്രീ. പിൽക്കാലത്ത് അവർ ഇലക്ഷനിൽ മത്സരിച്ച് MP വരെ ആയിട്ടുണ്ട്. ഈ ഫൂലൻ ദേവി ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ ഫൂലൻ ദേവി എന്നാണ് അതിൻ്റെ പേര്. നല്ല പുസ്തകമാണ്, വായിക്കാത്തവർക്കൊന്ന് വായിക്കാം. ഫൂലൻ ദേവിയെ പോലെ തൻ്റെ ഭാര്യയും ഉന്നതങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിച്ചാണ് രാജാ കൊളന്തർ തൻ്റെ ഭാര്യയായ ഗോമതി ദേവിക്ക് ആ പേരിട്ടത്. വഴിയിൽ വെച്ച് രാജാ കൊലന്തറിനെ കണ്ടുമുട്ടിയ പോലീസ് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ സമയത്ത് രാജാ കൊലന്തറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് വക്സ് രാജ എന്നാണ്. ഈ വക്സ് രാജ് വേറെ ആരുമല്ല, ഫൂലൻ ദേവിയുടെ സഹോദരനാണ്, അതായത് രാജാ കൊലന്തറിൻ്റെ അളിയൻ. രണ്ടുപേരെയും തങ്ങളുടെ വാഹനത്തിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. രാജാ കൊലന്തർ സഞ്ചരിച്ച ടാറ്റ സുമോ മറ്റൊരു പോലീസുകാരൻ ഓടിച്ചു. ഈ യാത്രക്കിടയിൽ പോലീസുകാർ പോലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമുണ്ടായി. രാജാ കൊലന്തർ ആ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. ഈ പ്രവൃത്തി അവരിൽ വലിയ ആശ്ചര്യമുണ്ടാക്കി. അതോടെ സംശയം കൂടുകയും ചെയ്തു. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് കൈക്കൂലി തരുവാനായിട്ട് ശ്രമിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇല്ല. അതിന് രാജാ കൊലന്തർ അവർക്ക് കൊടുത്ത മറുപടി ഇതാണ്: ഒരു പക്ഷേ മറ്റാരെങ്കിലും എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് കൈക്കൂലി തരുവാനായിട്ട് ശ്രമിച്ചത്. അതിന് പോലീസ് അയാൾക്ക് കൊടുത്ത മറുപടി ഇതാണ്: ഞങ്ങൾക്ക് നിന്റെ കൈക്കൂലി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. കാണാതായ ധീരേന്ദർ, അയാൾ ഇപ്പോൾ എവിടെയാണുള്ളത്? അധികം വൈകാതെ ആ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. പോലീസ് വക്സ് രാജിനെയും രാജാ കൊലന്തറിനെയും വെവ്വേറെ മുറികളിൽ ഇരുത്തി പിന്നെ ചോദ്യം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ആദ്യം ചോദ്യം ചെയ്തത് വക്സ് രാജിനെയാണ്. അയാളെ ചോദ്യം ചെയ്യും തോറും പോലീസിൻ്റെ സംശയം വർദ്ധിച്ചു വന്നു. കാരണം അയാളാകെ പരിഭ്രാന്തനായിരുന്നു. സംസാരത്തിൽ വിറയലുണ്ട്, കണ്ണുകളാകെ ചുവന്നു കാണപ്പെട്ടു. ഇതിനിടെ പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. വക്സ് രാജിൻ്റെ കാലിൽ കിടക്കുന്ന ഷൂ അയാൾക്ക് പാകമായിട്ടുള്ള ഒന്നായിരുന്നില്ല. അതൊരു ചെറിയ ഷൂവാണ്. ആ ഷൂവിൻ്റെ ഉള്ളിൽ അയാളുടെ കാലുകൾ ഞെരുങ്ങിയാണിരിക്കുന്നത്. അതിൻ്റെ അസ്വസ്ഥത അയാളുടെ മുഖത്ത് കാണുവാനുമുണ്ട്. പോലീസിന് വേഗത്തിൽ കാര്യം മനസ്സിലായി. അയാൾ ഇട്ടിരിക്കുന്ന ഷൂ അയാളുടെ അല്ല. അവർ വക്സ് രാജിനോട് ഈ ഷൂസിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു. അതിനവൻ കൊടുത്ത മറുപടി ഇതാണ്: വെറും 300 രൂപ. എന്നാൽ ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ആ ഷൂസിന് ഏറ്റവും കുറഞ്ഞത് 2500 രൂപയെങ്കിലും കൊടുക്കണമെന്ന്.
ഒരുപക്ഷെ അയാളുടെ കാലി കിടക്കുന്ന ആ ഷൂ കാണാതായ ധീരേന്ദ്രന്റെ ആയിരിക്കുമോ എന്ന് പോലീസിന് സംശയം തോന്നി. അവരുടെ ചോദ്യം ചെയ്യലിൽ ഇരുവരും ആദ്യമൊന്നും സഹകരിച്ചിരുന്നില്ല. പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങളായിരുന്നു അവർ നൽകിയത്. അവസാനം പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ശൈലിയൊന്നും മാറ്റുകയാണ്. അവർ ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു. അതായത് 3-ാം മുറ. UP പോലീസ് വക്സ്രാജിനെ ഇടിച്ചുകൂട്ടി വഴിച്ചെടുത്തു. 3-ാം മുറയുടെ അവസാനം അയാൾ സമ്മതിക്കുകയാണ് ധീരേന്ദ്രന്റെ ഫോണ് തങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിലുണ്ട്. അടുത്തതായിട്ട് പോലീസ് രാജാ കൊളന്തറിന്റെ മേൽ 3-ാം മുറ പ്രയോഗിച്ചു. അതിന്റെ അവസാനം അയാൾ സമ്മതിക്കുകയാണ് ധീരേന്ദ്രനെ തങ്ങൾ കൊല ചെയ്തുവെന്ന്. ധീരേന്ദ്രനെ കൊല്ലുവാനുള്ള മോട്ടീവ്, അതായത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി ഇതാണ്: അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടാറ്റ സുമോ മറ്റൊരാളിൽ നിന്നും മോഷ്ടിച്ചതാണ്. ഈ കാര്യം എങ്ങനെയോ ധീരേന്ദ്രൻ മനസ്സിലാക്കി. അയാളത് പോലീസിനോട് പറയുമോ എന്ന് ഭയന്നാണ് തങ്ങൾ അയാളെ കൊന്നത്. അതിനുശേഷം തങ്ങൾ എങ്ങനെയാണ് ആ കുറ്റകൃത്യം ചെയ്തത് എന്ന് അവർ കുറ്റസമ്മതം നടത്തി. രാജാ കൊളന്തറിന്റെ ഒരു പന്നി ഫാമുണ്ട്. ഒരു ദിവസം അയാൾ ധീരേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്, അതുകൊണ്ട് തൻ്റെ പന്നി ഫാമിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതൊരു ഡിസംബർ മാസമാണ്, അതായത് ശീതകാലം. ഈ സമയത്ത് വടക്കേ ഇന്ത്യയിലെ ആളുകൾ ചൂട് കിട്ടുവാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ തുറസായിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മുറ്റത്തോ വലിയ നെരിപ്പോടുകൾ കൂട്ടും. പിന്നെ അതിൻ്റെ ചുറ്റുമിരുന്ന് തീ കായും. രാജാ കൊലന്തറിന്റെ ക്ഷണപ്രകാരം ധീരേന്ദ്ര അയാളുടെ പന്നി ഫാമിൽ എത്തുകയാണ്. പതിവ് പോലെ അവർ മുറ്റത്തായിട്ട് തീ കൂട്ടി. 3 പേരും അതിൻ്റെ ചുറ്റുമായിട്ട് ഇരുന്ന് തീ കായുവാൻ തുടങ്ങി. ഇതിനിടെ, അതായത് സംസാരത്തിൻ്റെ ഇടയിൽ രാജാ കൊളന്തർ വക്സ്രാജിനോട് ഒരു കാര്യം പറയുകയാണ്: നീ അകത്തു പോയിട്ട് ധീരേന്ദ്രന് കുറച്ച് ചായ എടുത്തുകൊണ്ടുവാ. ഇത് കേട്ടതും വക്സ്രാജ് ഫാമിൻ്റെ ഉള്ളിലേക്ക് നടന്നു. പക്ഷേ ചായ എടുക്കുവാനായിട്ട് ഫാമിൻ്റെ ഉള്ളിലേക്ക് പോയ വക്സ്രാജും മടങ്ങി വന്നത് ഒരു കൈത്തോക്കും കൊണ്ടായിരുന്നു. അയാൾ വളരെ നിശബ്ദമായിട്ട് ധീരേന്ദ്രന്റെ പിന്നിലൂടെ എത്തി. അയാളുടെ തലയ്ക്ക് പിന്നിൽ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ തോക്ക് ചൂണ്ടി നിറയൊഴിച്ചു. ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാതെ ധീരേന്ദർ അവിടെ തന്നെ മരിച്ചു വീണു. ശേഷം അന്ന് രാത്രിയിലും പിറ്റേന്നു പകലും ആ ജഡം അവിടെ തന്നെ കിടന്നു. കൊല നടന്ന അടുത്ത രാത്രിയിൽ ധീരേന്ദ്രന്റെ ജഡം തങ്ങളുടെ ടാറ്റ സുമോയിൽ കയറ്റി രാജാ കൊളന്തറും വക്സ്രാജും യാത്ര പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന സമയത്ത് അവർക്കൊരു അതിർത്തി കടക്കേണ്ട ആവശ്യം വരികയാണ്. മധ്യപ്രദേശിനെയും ഉത്തർപ്രദേശിനെയും വേർതിരിക്കുന്ന ബോർഡർ ആയിരുന്നു അവർക്ക് കടക്കേണ്ടിയിരുന്നത്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ദൂരെ നിന്നും ഈ ടാറ്റ സുമോ വരുന്നത് കണ്ടു. അവർ കൈ കാണിച്ചു. വാഹനം നിന്നു. പോലീസുകാർ വാഹനത്തിന്റെ അരികിലേക്ക് നടന്നു. എന്നാൽ അതിനു മുൻപായിട്ട് രാജാ കൊലന്തർ ടാറ്റ സുമോയിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. അയാൾ അവരോട് ഹലോ, മൈ നെയിം ഇസ് രാജാ കൊലന്തർ അങ്ങനെ പറഞ്ഞ് നല്ല ശുദ്ധമായിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. താൻ ഒരു VIP ആണെന്ന മട്ടിലാണ് അയാൾ അവരോട് പെരുമാറിയത്. ഒന്നാമത് അയാൾ വന്നത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കാറിലാണ്. രണ്ടാമതായിട്ട് ആ വണ്ടിയുടെ മുൻപിലായിട്ട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബോർഡും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് യാതൊരു സംശയവും തോന്നിയില്ല. പോലീസ് ആ വാഹനം ചെക്ക് ചെയ്യാതെ ബോർഡർ കടത്തി വിടുകയാണ്. പക്ഷേ ആ സമയത്തും ധീരേന്ദ്രന്റെ ജഡം ആ വണ്ടിയുടെ പിന്നിലായിട്ട് കിടപ്പുണ്ടായിരുന്നു. ബോർഡർ കടന്ന രാജാ കൊളന്തറും വക്സ്രാജും എത്തിയത് രേവ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു വനപ്രദേശമുണ്ട്. ആ വനപ്രദേശത്തിൽ വാഹനം എത്തിയതും ധീരേന്ദ്രന്റെ ജഡം അവർ കാറിൽ നിന്നും പുറത്തേക്കിറക്കി. അതിനുശേഷം അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രവും മറ്റും നീക്കം ചെയ്തു. എന്നിട്ട് 2 പേരും ചേർന്ന് ധീരേന്ദ്രന്റെ തല അറുത്തെടുക്കുവാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം രാജാ കൊലന്തർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. ധീരേന്ദ്രന്റെ ജനനേന്ദ്രിയം അയാൾ അറുത്തുമാറ്റി. ഒടുവിൽ ആ ജഡം അവിടെ ഉപേക്ഷിച്ച് അയാളുടെ വെട്ടിയെടുത്ത തലയുമായിട്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. ജഡം ആരും തിരിച്ചറിയാതെ ഇരിക്കുവാനാണ് അവർ തല വെട്ടിയെടുത്തത്. വെട്ടിയെടുത്ത തല അവർ ഒരു പ്ലാസ്റ്റിക് ബാഗിന്റെ ഉള്ളിലാക്കി. പിന്നെ ആ തല ബാണാസുര ഡാമിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. രാജാ കൊലന്തറിന്റെ കുറ്റസമ്മതം കേട്ട പോലീസ് രേവ പ്രദേശത്തെ ആ വനപ്രദേശത്തേക്ക് പോവുകയാണ്. അവർ പറഞ്ഞതുപോലെ ധീരേന്ദ്രന്റെ ജഡം അവിടെ കിടപ്പുണ്ടായിരുന്നു. തുടരന്വേഷണത്തിൽ അത് ധീരേന്ദ്രന്റെ ആണെന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പോലീസിന് സംശയം ബാക്കി നിൽക്കുകയാണ്. മോട്ടീവ് ഓഫ് മർഡർ. ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് കൊല ചെയ്യുവാനുള്ള കാരണം എന്താണ്? ഒരു കാറ് മോഷ്ടിച്ചു എന്ന കാര്യം അറിഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ ആരെങ്കിലും ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്യുമോ? അതുമാത്രമല്ല, അയാളുടെ ജനനേന്ദ്രിയം അറുത്തു മാറ്റിയതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ഈ കുറ്റവാളികൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അയാളെ കൊല ചെയ്യുവാനുള്ള യഥാർത്ഥ കാരണം ഇതല്ല എന്ന് പോലീസിന് തോന്നി. അവർ വീണ്ടും അവരെ ചോദ്യം ചെയ്തു. അപ്പോൾ രാജാ കൊലന്തർ മറ്റൊരു കഥ പറയുവാൻ തുടങ്ങി. ധീരേന്ദ്രനും തൻ്റെ ഭാര്യയായ ഫൂലൻ ദേവിക്കും ഇല്ലീഗൽ അഫയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ഈ കൊല ചെയ്തത്. എന്നാൽ പോലീസിനെ വ്യക്തമായിട്ടും അറിയാമായിരുന്നു ധീരേന്ദ്രൻ നല്ലൊരു മനുഷ്യനാണ്, മാത്രവുമല്ല സത്യസന്ധനാണ്. അയാളുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി ഈ കേസിനെ വഴിതിരിച്ച് വിടുവാനാണ് രാജാ കൊലന്തർ ശ്രമിക്കുന്നത്. അപ്പോഴാണ് തങ്ങൾ അന്വേഷിക്കുവാനായിട്ട് വിട്ടുപോയ ഒരു കാര്യം പോലീസ് ശ്രദ്ധിച്ചത്. ധീരേന്ദ്രനെ ഇവർ വെടിവെച്ചാണ് കൊന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വെടിവെക്കുവാനായിട്ട് ഉപയോഗിച്ച ആ തോക്ക് അത് എവിടെയാണ്? ആ തോക്ക് തങ്ങൾ ധീരേന്ദ്രനെ കൊന്ന അതേ പന്നിഫാമിലുണ്ടെന്ന് രാജാ കൊലന്തർ സമ്മതിച്ചു. പോലീസ് വേഗം അയാളുടെ പന്നിഫാമിലേക്ക് എത്തുകയാണ്. പിന്നെ അവിടെയുള്ള മുക്കും മൂലയും മരിച്ചു പെറുക്കി. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പന്നിഫാമിൻ്റെ മൂലയിലായിട്ട്
ഒരു സ്യൂട്ട് കേസ് അവർ കാണുകയാണ്. ആ സ്യൂട്ട് കേസിൻ്റെ ഉള്ളിൽ കുറേയേറെ പേപ്പർ കെട്ടുകൾ ഉണ്ടായിരുന്നു. മിക്കതും വാഹനങ്ങളുടെ ഡോക്യുമെൻറ്റേഷനാണ്. എന്നാൽ അതിൻ്റെ എല്ലാം മടിയിലായിട്ട് മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഡയറി, ഒരു സീരിയൽ കില്ലറിൻ്റെ ഡയറി. ആ ഡയറിയുടെ കവർ പേജിൽ ദിസ് ഇസ് രാജാസ് ഡയറി എന്ന് എഴുതിയിരുന്നു. പോലീസിന് ആ വാക്കുകൾ കണ്ടപ്പോൾ ആകാംക്ഷ വർദ്ധിച്ചു. അവർ വേഗം ആ ഡയറിയുടെ താളുകൾ മറിക്കുവാൻ തുടങ്ങി. ആ ഡയറിയുടെ ഉള്ളിൽ 13 ആളുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു. അവസാനമായിട്ട്, അതായത് 14ാമതായിട്ട് ഒരു പേര് കൂടി എഴുതി ചേർത്തിരുന്നു. അത് ധീരേന്ദറിൻ്റെ പേരായിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ മുൻപിലേക്ക് ഉത്തരമില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ നിരന്നു വീഴുകയാണ്. 13 പേരുടെ പേരാണ് ആ ഡയറിയിലുള്ളത്. 14ാമനായ ധീരേന്ദറിന് സംഭവിച്ചത് എന്താണെന്ന് തങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ 13 പേർക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവരും ധീരേന്ദറിനെ പോലെ അരിങ്കൊല ചെയ്യപ്പെട്ട് കാണുമോ? അങ്ങനെയെങ്കിൽ അതേക്കുറിച്ചുള്ള പരാതികൾ സ്റ്റേഷനിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരമില്ലാത്ത ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് രാജാ കൊലന്തറാണ്. വീണ്ടും 3ാം മുറ പുനരാരംഭിച്ചു. അയാൾ ഓരോന്നോരോന്നായിട്ട് തൻ്റെ കുറ്റങ്ങൾ സമ്മതിച്ചു. രാജാ കൊലന്താറിൻ്റെ ഡയറിയിൽ ആദ്യമുണ്ടായിരുന്ന പേര് കാളിപ്രസാദ് എന്നായിരുന്നു. രാജാ കൊലന്തറും കാളിപ്രസാദും ഒരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെയിരിക്കെ 1997 ജനുവരി 25-ാം തീയതി അതിരാവിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ കാളിപ്രസാദ് പിന്നെ ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. കാളിപ്രസാദിന്റെ കുടുംബാംഗങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് അയാളെ അന്വേഷിച്ചു വരികയാണ്. വലിയ വലിയ അധികാരികളുടെ അടുക്കൽ അവർ പരാതി കൊടുത്തു. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വലിയ വലിയ അധികാരികളെ കാണുവാനായിട്ട് കാളിപ്രസാദിന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്തത് രാജാ കൊലന്തറായിരുന്നു. അവരപ്പോഴറിയുന്നുണ്ടായിരുന്നില്ല തങ്ങളുടെ കുടുംബനാഥനെ കൊല ചെയ്ത അതേ വ്യക്തി തന്നെയാണ് തങ്ങളെ സഹായിക്കുവാൻ എന്ന വ്യാജേനെ തങ്ങളുടെ കൂടെ നടക്കുന്നത് എന്ന്. കാളിപ്രസാദിനെ കൊല ചെയ്യുവാനുള്ള കാരണം ഇതായിരുന്നു. അയാൾ ഒരിക്കൽ രാജാ കൊലന്തറിന്റെ അടുക്കൽ നിന്നും 50,000 രൂപ കടം വാങ്ങി. അയാൾ പണം മടക്കി നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ കാളിപ്രസാദ് കൊടുത്തില്ല. അങ്ങനെ നിരവധി തവണ രാജാ കൊലന്തർ പറ്റിക്കപ്പെടുകയാണ്. മാത്രവുമല്ല, കാളിപ്രസാദ് രാജാ കൊലന്തറോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങളൊക്കെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. വലിയ സംഘബലമുണ്ട്. ബലം പ്രയോഗിച്ച് നിനക്ക് പണം മേടിക്കുവാനായിട്ട് സാധിക്കില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആ പണം തരും. അപ്പോൾ നീ ഇത് വാങ്ങിയാൽ മതി. ഇത് കേട്ട രാജാ കൊലന്തറിന്റെ സമനില തെറ്റി. ഏതു വിധേനയും കാളിപ്രസാദിനെ ഒരു പാഠം പഠിപ്പിക്കുവാനായിട്ട് അയാൾ തീരുമാനമെടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം താൻ മറന്നു എന്ന മട്ടിൽ അഭിനയിച്ച് കാളിപ്രസാദുമായിട്ട് അയാൾ ഒരു സൗഹൃദം സ്ഥാപിച്ചു. രണ്ടുപേരും ആത്മസുഹൃത്തുക്കളായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാളിപ്രസാദിനെ തന്റെ പന്നിഫാമിലേക്ക് അയാൾ ക്ഷണിക്കുകയാണ്. പന്നിഫാമിലെത്തിയ കാളിപ്രസാദുമായിട്ട് രാജാ കൊലന്തർ ഏറെ നേരം സംസാരിച്ചു. അങ്ങനെ സംസാരം പുരോഗമിച്ചുകൊണ്ടിരിക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് കാളിപ്രസാദിന്റെ പിന്നിൽ നിന്നും ഒരു കശാപ്പ് കത്തിയെടുത്ത് രാജാ കൊലന്തർ വീശുകയാണ്. ഒറ്റ വെട്ടിന് തല വേർപെട്ടു പോയി. രാജാ കൊലന്തറുമായിട്ട് സംസാരിക്കുന്ന സമയത്തെല്ലാം കാളിപ്രസാദ് ഒരു കാര്യം എപ്പോഴും പറഞ്ഞിരുന്നു. താൻ ഉയർന്ന ജാതിക്കാരനാണ്, അതുകൊണ്ട് താണ ജാതിക്കാരനായ നിന്നേക്കാളും ബുദ്ധിശാലിയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഒരു കാര്യം അയാൾ മനസ്സിൽ തിട്ടമിട്ട് ഉറപ്പിച്ചിരുന്നു. നീ ബുദ്ധിശാലിയാണെങ്കിൽ നിന്നേക്കാളും വലിയ ബുദ്ധിശാലിയാണ് ഞാൻ. ആ വിചാരം അയാളുടെ മനസ്സിൽ ആഴത്തിൽ അടിഞ്ഞു കിടന്നിരുന്നു. അതുകൊണ്ടാണ് കാളിപ്രസാദിനെ കൊന്ന ശേഷം രാജാ കൊലന്തർ മറ്റൊരു കാര്യം ചെയ്തത്. ഏതൊരു മനുഷ്യനെയും ഞെട്ടിക്കുന്നൊരു പ്രവൃത്തിയായിരുന്നു അത്. കാളിപ്രസാദിന്റെ തല വെട്ടിയ ശേഷം രാജാ കൊലന്തർ അയാളുടെ തലയോട്ടിൽ നിന്നും തലച്ചോറ് പുറത്തെടുത്തു. പിന്നെ ഒരു പാത്രത്തിൽ മസാലകളും മറ്റും ചേർത്ത് വെള്ളമൊഴിച്ച് അത് വേവിച്ചെടുത്തു. അതിനുശേഷം അയാളും അളിയനായ വത്സരാജും അത് ആഹരിച്ചു. അവർ അങ്ങനെ ചെയ്യുവാനായിട്ടൊരു കാരണമുണ്ടായിരുന്നു. കാളിപ്രസാദ് എപ്പോഴും താൻ വലിയ ബുദ്ധിമാനാണെന്നാണ് പറയാറ്. അയാളുടെ ബുദ്ധി ഇരിക്കുന്നത് എവിടെയാണ്? തലച്ചോറിലാണ്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം അയാളുടെ ബുദ്ധി അത് തങ്ങൾക്കും കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു. ഈ കുറ്റസമ്മതം കേട്ട UP പോലീസ് വിറങ്ങലിച്ചു പോയി. മാത്രവുമല്ല, അയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. താൻ ആരെയൊക്കെ കൊല ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം ജഡങ്ങൾ അതേ പന്നിഫാമിൽ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. പോലീസ് വേഗം രാജാ കൊലന്തറയും കൂട്ടി അയാളുടെ പന്നിഫാമിൽ എത്തുകയാണ്. അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് അവർ കുഴിക്കുവാൻ തുടങ്ങി. ആ സമയത്തെല്ലാം പോലീസിന്റെ വിചാരം ഇതായിരുന്നു. അയാളുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന 13 പേരുടെ ജഡങ്ങളും അവിടെ നിന്നും കണ്ടെടുക്കാമെന്ന്. എന്നാൽ അപ്പോൾ UP പോലീസിന് അറിയില്ലായിരുന്നു രാജാ കൊലന്തർ അവരെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണ് എന്ന്. രാജാ കൊലന്തർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് കുഴിയെടുത്ത പോലീസിന് അവിടെ നിന്നും ഏതാനും അസ്ഥി കഷ്ണങ്ങളും 2 തലയോടുകളും കിട്ടി. അതിൽ ഒരു തലയോട് പൂർണ്ണമായിട്ടും വെള്ള നിറത്തിലായിരുന്നു. എന്നാൽ മറ്റേ തലയോടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൽ ചുവന്ന ചായം പൂശിയിരുന്നു. ആ സമയത്ത് ചുവന്ന ആ തലയോടിന് നേർക്ക് വിരൽ ചൂണ്ടി രാജാ ഇങ്ങനെ പറഞ്ഞു, അതാണ് കാളിപ്രസാദിന്റെ തലയോട്. തന്നെ ചതിച്ച, താൻ ആദ്യമായിട്ട് കൊല ചെയ്ത കാളിപ്രസാദിന്റെ തലയോട് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ആ തലയോട്ടിയിൽ ചുവന്ന ചായം അടിച്ചത്. അടുത്തതായിട്ട് പോലീസ് അങ്ങനെയെങ്കിൽ ആ വെള്ള തലയോട് ആരുടെയാണെന്ന് ചോദിച്ചു. അതിന് അയാൾ കൊടുത്ത മറുപടി ഇതാണ്, അത് മുഹമ്മദ് മൊയിൻ്റെ ആണ്. ഈ മുഹമ്മദ് മൊയിനും കാളിപ്രസാദിനെ പോലെ രാജാ കൊലന്തറിന്റെ കൂടെ ജോലി ചെയ്ത ആളാണ്. രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. മുഹമ്മദ് മൊയിനും രാജാ കൊലന്തറിന്റെ അടുക്കൽ നിന്നും
25,000 രൂപ കടം വാങ്ങിയിരുന്നു. അയാൾ പലവട്ടം പണം മടക്കി നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടും മുഹമ്മദ് കൊടുത്തില്ല. ഒരിക്കൽ പണം മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട രാജാ കൊലന്തറിനോട് മുഹമ്മദ് മൊയ്ൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തനിക്ക് മന്ത്രവാദം അറിയാം, താനൊരു ദുർമാന്ത്രികനാണ്. ഇനിയും പണം ആവശ്യപ്പെട്ട് നീ എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ മന്ത്രവാദം ചെയ്ത് നിന്നെ തകർത്ത് കളയും. ഇത് കേൾക്കുന്നതും അയാൾ പേടിച്ചു പോകുമെന്നാണ് മുഹമ്മദ് വിചാരിച്ചത്. എന്നാൽ സംഭവിച്ചതും മറിച്ചായിരുന്നു. രാജാ കൊലന്തർ ആ നിമിഷം ചിന്തിച്ചത് ഇങ്ങനെയാണ്: മന്ത്രവാദം ചെയ്യുവാനുള്ള അറിവും കഴിവും മുഹമ്മദിന്റെ എവിടെയാണുള്ളത്? അയാളുടെ തലച്ചോറിലാണുള്ളത്. അങ്ങനെയെങ്കിൽ ആ തലച്ചോറ് ഭക്ഷിച്ചാൽ തനിക്കും ആ സിദ്ധികൾ വരും. ഒരു ദിവസം രാജാ കൊലന്തർ മുഹമ്മദ് മൊയ്നെയും കൂട്ടി യമുനാ നദി ഒഴുകുന്ന റെയിൽവേ ബ്രിഡ്ജിന്റെ അടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ പാലത്തിന്റെ അടിയിലേക്ക് അയാളെയും കൂട്ടിക്കൊണ്ടു പോയതിനു പിന്നിലും ഒരു കാരണമുണ്ടായിരുന്നു. കാരണം അധികം ആരും സഞ്ചരിക്കാത്തൊരു വഴിയാണത്. പാലത്തിന്റെ മുകളിലൂടെ ട്രെയിൻ കടന്നു പോകും. അടിയിലൂടെ യാത്രക്കാർക്ക് നടക്കുവാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അധികം ആരും അതുവഴിക്ക് നടക്കാറില്ല. പ്രത്യേകിച്ചും രാത്രി സമയത്ത് അതുവഴി ആരും സഞ്ചരിക്കാറില്ല. മുഹമ്മദ് മൊയ്ൻ മുൻപിൽ നടന്നു പോവുകയാണ്, രാജാ കൊലന്തർ പിന്നാലെയും. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്റെ കയ്യിൽ ഒളിപ്പിച്ച കശാപ്പ് കത്തിയെടുത്ത് രാജാ കൊലന്തർ ആഞ്ഞു വീശി. ഒറ്റ വെട്ടിന് മുഹമ്മദിന്റെ തല വേർപെട്ടു പോയി. അതിനുശേഷം അയാൾ ആ ശരീരമെടുത്ത് യമുനാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. രാജാ കൊലന്തർ അങ്ങനെ ചെയ്തത് ആ മൃതദേഹം ആരും തിരിച്ചറിയരുത് എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മുഹമ്മദ് ഒരു മുസ്ലിമാണ്. മുസ്ലിം വിശ്വാസപ്രകാരം, ആചാരപ്രകാരം ശവം മണ്ണിൽ സംസ്കരിച്ചില്ലെങ്കിൽ ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല. മുഹമ്മദിന്റെ ആത്മാവിന് ശാന്തി കിട്ടരുത് എന്നുകൂടി കരുതിയാണ് അയാൾ അങ്ങനെ ചെയ്തത്. അതിനുശേഷം ആ തലയെടുത്തൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് അയാൾ തന്റെ പന്നി ഫാമിലേക്ക് പോയി. അവിടെ ഇട്ടത് വേവിച്ച് ഭക്ഷിച്ചു. പക്ഷേ ഇത്തവണ തലച്ചോറ് മാത്രം തിന്നില്ല, മറിച്ച് തലച്ചോറ് വെന്തിറങ്ങിയ വെള്ളം മുഴുവനും കുടിച്ചു. ഈ പ്രവൃത്തി വഴി ദുർമാന്ത്രികം ചെയ്യുവാനുള്ള മുഹമ്മദിന്റെ കഴിവ് തനിക്ക് കിട്ടിയെന്ന് അയാൾ വിശ്വസിച്ചു. 2000-ലാണ് രാജാ കൊലന്തറിന്റെ ഭാര്യയായ പൂലം ദേവി പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചത്. ആ സമയത്ത് അവർക്ക് എതിരായിട്ട് ഇലക്ഷനിൽ നിന്നത് കേസരി ദേവി എന്നയാളാണ്. ഒരു ദിവസം കേസരി ദേവിയുടെ മകനെ നിങ്ങളുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് തന്റെ പന്നി ഫാമിലേക്ക് രാജാ കൊലന്തർ ക്ഷണിച്ചു. ഒരു ദിവസം അയാൾ ഏകനായിട്ട് വിജനമായ പന്നി ഫാമിൽ എത്തിച്ചേരുകയാണ്. ആ ഫാമിലേക്ക് പ്രവേശിച്ചതും അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായി. ആൾസഞ്ചാരമില്ലാത്ത വിജനമായ ഒരിടത്താണ് ഈ പന്നി ഫാം ഉള്ളത്. അവിടെ താനും രാജാ കൊലന്തറും ഏതാനും പന്നികളും ഒഴിച്ചു നോക്കിയാൽ മറ്റാരുമില്ല. അപ്പോൾ രാജ അയാളോട് അല്പസമയം കാത്തിരിക്കണം, എനിക്കൊരു പൂജ ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞ് ഫാമിന്റെ ഉള്ളിലേക്ക് പോയി. അയാളാകട്ടെ ഫാമിന്റെ പുറത്തുള്ള ഒരു കയറ്റുകട്ടിലിൽ വിശ്രമിക്കുവാനായിട്ട് ഇരിക്കുകയും ചെയ്തു. ആ സമയത്തും ഫാമിന്റെ ഉള്ളിൽ നിന്നും രാജാ കൊലന്തർ എന്തൊക്കെയോ പൂജകൾ ചെയ്യുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാം. ആ മനുഷ്യന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. വളരെ മോശപ്പെട്ട എന്തോ കാര്യം നടക്കുവാനായിട്ട് പോവുകയാണ്, തനിക്ക് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്ന തോന്നൽ അയാളിൽ ശക്തമായി. ഇതിനെയാണ് 6-ാം ഇന്ദ്രിയത്തിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. സയൻസിന് വിശദീകരിക്കുവാനായിട്ട് കഴിയാത്തൊരു പ്രതിഭാസമാണിത്. ഇത് എല്ലാവരിലും ഒന്നും ഉണ്ടാവുന്ന ഒന്നല്ല. എന്തെങ്കിലും വലിയ അപകടം ഉണ്ടാവുന്നതിന് തൊട്ടു മുൻപായിട്ട് ചിലരുടെ ഉള്ളിൽ മാത്രം തോന്നപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത്. 6-ാം ഇന്ദ്രിയത്തിന്റെ അത്തരം മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരുന്നാൽ മാത്രം മതി നമുക്ക് പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. അയാളും അതുതന്നെ ചെയ്തു. വേഗം തന്നെ ആ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് രാജാ കൊലന്തറിനോട് ഒന്നും പറയാതെ ആ ഫാമിന് വെളിയിലേക്ക് ഓടി. പിന്നെ പുറത്ത് നിർത്തിയിട്ടിരുന്ന തന്റെ കാറിൽ കയറി സ്ഥലം വിട്ടു. പിന്നീട് രാജാ കൊലന്തർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ ഈ മനുഷ്യൻ പോലീസിന്റെ അടുക്കിലെത്തി തനിക്കെന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. രാജായുടെ പന്നിഫാം പോലീസ് കുഴിച്ചു മറിക്കുന്ന സമയത്തും ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. താനിരുന്ന കട്ടിലിന് കീഴെയുള്ള മണ്ണിൽ നിന്നുമാണ് ജഡങ്ങൾ പുറത്തേക്കെടുത്തത്. അന്ന് രാത്രിയിൽ 6-ാം ഇന്ദ്രിയത്തിന്റെ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് അയാൾ അവിടെ തന്നെ ഇരുന്നിരുന്നുവെങ്കിൽ ആ കുഴിയിൽ നിന്നും പോലീസ് പുറത്തേക്കെടുത്ത അസ്ഥികഷ്ണങ്ങളിൽ ഒന്നായിട്ട് അയാളും അവിടെ കണ്ടേനെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാ കൊലന്തർ ഒരു ബ്രാഹ്മണനെ പരിചയപ്പെട്ടു. അയാളുമായിട്ട് കൂട്ടായി. എന്നാൽ ആ കൂട്ടുകെട്ടിന് പിന്നിലായിട്ട് മറ്റൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. കുറെ കാലമായിട്ട് അയാളുടെ ഉള്ളിൽ ഒരു സംശയമുണ്ടായിരുന്നു. ബ്രാഹ്മണന്മാരെല്ലാം ധാരാളമായിട്ടും ആഹാരം കഴിക്കുന്നവരാണ്, കൂടാതെ മേലനങ്ങാതെ ജീവിക്കുന്നവരാണ്. അയാൾ കണ്ടിട്ടുള്ള ബ്രാഹ്മിൻസ് എല്ലാം അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അവരുടെ കുടലിന് മറ്റുള്ളവരുടെ കുടലിനേക്കാളും വലിപ്പ് കൂടുതൽ കാണും. അതൊന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കുവാനായിട്ട് അയാൾക്കൊരാഗ്രഹം തോന്നി. ഒരു ദിവസം തൻ്റെ പന്നിഫാമിലേക്ക് അയാൾ ആ ബ്രാഹ്മണനെ ക്ഷണിക്കുകയാണ്. അയാളുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. ഫാമിലെത്തിയ ഉടനെ രണ്ടുപേരെയും അടിച്ച് അവശരാക്കിയ ശേഷം അയാൾ ഓരോ തൂണുകളിലായിട്ട് കെട്ടിയിട്ടു. പിന്നെ ആ ബ്രാഹ്മണന്റെ വയറ് അയാൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കുത്തിക്കീറി. പിന്നെ അയാളുടെ വയറ്റിൽ നിന്നും കുടൽ പുറത്തെടുത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. പക്ഷെ താരതമ്യം ചെയ്യുവാനായിട്ട് മറ്റൊരു കുടൽ കൂടി വേണം. ആ ബ്രാഹ്മണന്റെ കൂടെ പന്നി ഫാമിലേക്ക് എത്തിയത് മറ്റൊരു ജാതിക്കാരനായിരുന്നു. രാജാ കൊലന്തർ അയാളുടെ വയറ് കീറി. പിന്നെ ആ കുടലും പുറത്തെടുത്ത് പരിശോധിച്ചു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഇതവൻ പോലീസിനോട് കൺഫസ് ചെയ്ത കാര്യമാണ്. പിന്നെ ആ രണ്ട് ജഡങ്ങളും അതേ പന്നി ഫാമിൽ തന്നെ കുഴിച്ചു മൂടി. എങ്കിലും ആ ബ്രാഹ്മണന്റെ ജഡം കുഴിച്ചിട്ടതിന് മുകളിലായിട്ട് അയാൾ ഒരു അരശുമരം വെച്ചു. ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് താൻ അങ്ങനെ ചെയ്തത് എന്നാണ്
അവൻ പോലീസിനോട് പറഞ്ഞത്. ഈ രാജാകുളന്തരെ പോലെയുള്ള ആളുകളെയാണ് അക്ഷരം തെറ്റാത്ത സൈക്കോപാസ് എന്ന് വിളിക്കേണ്ടത്. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെ ഒരു മനോരോഗത്തിന്റെ ഉടമയായിരുന്നു അയാൾ. ഇങ്ങനെയുള്ള വ്യക്തികൾ നിയമവ്യവസ്ഥയെ പേടിക്കുന്നവരല്ല. അവർക്ക് മറ്റുള്ളവരോട് യാതൊരു അനുകമ്പയും ഉണ്ടായിരിക്കില്ല. താൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് പോലും തിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവരായിരിക്കും ഇവർ. അഥവാ എപ്പോഴെങ്കിലും താൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് എന്ന് മനസ്സിലായാലും അതേക്കുറിച്ച് യാതൊരു പശ്ചാത്താപവും ഇല്ലാത്തവർ. ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരല്ല, അതായത് തൻ്റെ കൈയാൽ കൊല്ലപ്പെട്ടവരല്ല. ഈ സമൂഹത്തിന്റെ യഥാർത്ഥ വ്യക്തിം താനാണെന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുവാനും അവരെ ഉപദ്രവിക്കുവാനും അവരെ അടിമകളെപ്പോലെ കാണുവാനും തനിക്ക് അവകാശമുണ്ടെന്ന് ഇവർ വിചാരിക്കും. താൻ ചെയ്യുന്നത് ഒരു തെറ്റല്ല, മറിച്ച് അത് തന്റെ അവകാശമാണെന്നാണ് ഇവർ ധരിച്ചു വെക്കുന്നത്. പോലീസ് വക്സ്രാജിനെയും രാജാകുളന്തരെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി. ആ പ്രസ് കോൺഫറൻസിൽ വെച്ചും പിന്നീട് കോടതിയിൽ വെച്ചും തങ്ങൾ ചെയ്ത കുറ്റങ്ങൾ അവർ ഏറ്റുപറഞ്ഞു. എന്നാൽ ഇപ്പോൾ രാജാകുളന്തർ പറയുന്നത് മറ്റൊന്നാണ്. അയാൾ മൊഴി മാറ്റിയിരിക്കുന്നു. അയാളുടെ അവകാശവാദം ഇതാണ്: പോലീസ് 1-2 കൊലകളല്ല എൻ്റെ മേൽ ചുമത്തിയത്, 14 കൊലകളാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള സകല കൊലകളുടെയും പിന്നിൽ ഞാനാണെന്ന് വരെ അവർ പറഞ്ഞു കളയും. യഥാർത്ഥത്തിൽ ഞാനൊരു നിരപരാധിയാണ്. ഞാൻ പോലീസിന്റെ മുൻപിൽ കുറ്റസമ്മതം നടത്തിയിട്ടില്ല. അവരെന്നെ മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. പിന്നെ അവർക്ക് തോന്നിയതെല്ലാം എഴുതി പിടിപ്പിച്ചു. ഞാൻ അവരോട് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. ഞാൻ 14ഓളം ആളുകളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആളാണെന്ന് അവർ പറയുന്നു. എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഇതെല്ലാം പെട്ടെന്ന് അവർ കണ്ടുപിടിച്ചത്? എന്നാൽ അത് വെറും ഒരു ചോദ്യം മാത്രമായിരുന്നില്ല. അവിടെ എത്തുമ്പോൾ മറ്റൊരു ന്യായം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. ആ ന്യായം രാജാകുളന്താറിന്റെ ഭാഗത്താണ്. പത്രപ്രവർത്തകരുടെ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി പുറത്തേക്ക് വന്നു. രാജാകുളന്തറിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന 14 പേരിൽ പലരും ജീവിച്ചിരിപ്പുണ്ട്. അതിന്റെ അർത്ഥം പോലീസിന് വീഴ്ച പറ്റിയെന്നാണ്. രാജാകുളന്തർ 14 പേരെ കൊല ചെയ്തിട്ടില്ല. ഇതേ ചോദ്യം രാജാകുളന്തർ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ഡയറിയിൽ 14 പേരുടെ പേരുണ്ട്. അതിൽ ഒരു പേര് എൻ്റെ അയൽവാസിയുടെയാണ്. അയാൾ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അയാൾ ചാവാത്തത്? പോലീസിനും നിങ്ങൾക്കും അതിന് ഉത്തരമുണ്ടോ? എൻ്റെ പന്നിഫാമിൽ നിന്നും പോലീസ് കുഴിച്ചെടുത്ത് പുറത്തേക്കെടുത്ത ഒരു തലയോട് ചുവന്ന കളറിൽ പെയിന്റ് അടിച്ചതായിരുന്നു. അത് കണ്ടതും മറ്റൊരു പോലീസുകാരൻ ഈ സൈക്കോ ക്രിമിനൽ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞ ന്യായവാദങ്ങളൊന്നും അവരാരും കേട്ടില്ല. അവരെന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. എൻ്റെ ഭാര്യ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചയാളാണ്. അടുത്തതായിട്ട് MLA സീറ്റിൽ മത്സരിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു. ഇതറിഞ്ഞ എൻ്റെ രാഷ്ട്രീയ ശത്രുക്കളാണ് ഇങ്ങനെ ഒരു ചതിക്കുഴി ഒരുക്കി ഞങ്ങളെ അതിൽ പെടുത്തിയത്. എന്നാൽ രാജാകുളന്തറിന്റെ അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇയാൾ ഒരു സൈക്കോയാണ്. ഇവർ MLA ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചത് ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം അധികാരത്തിലേക്ക് വരണമെന്നും അതുവഴി മറ്റുള്ളവരെക്കാളും പവർ നേടിയെടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളാണിവൻ. ഈ സൈക്കോപാത്ത് തന്നെ സ്വയം ഒരു രാജാവായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ അനുസരിക്കണം, തന്നെ ബഹുമാനിക്കണം, അവരെല്ലാം തനിക്ക് നിയന്ത്രിക്കണം. അതൊക്കെയാണ് ഇവന്റെ ചിന്താഗതികൾ. ആ വിചാരം ഉള്ളിക്കിടക്കുന്നത് കൊണ്ടാണ് തൻ്റെ ഡയറിയിൽ അയാൾ രാജാസ് ഡയറി എന്ന് എഴുതി വെച്ചത്. ഇപ്പോൾ 2 വാദങ്ങളാണ് മുൻപിലുള്ളത്. ഒന്ന് പോലീസിന്റെ വാദം. പോലീസ് പറയുന്നു രാജാകുളന്തർ 14 കൊലകൾ ചെയ്തിട്ടുണ്ട്, അയാൾ ഒരു സൈക്കോപാത്താണ്. 2, രാജാകുളന്തർ പറയുന്നു ഞാൻ 14 പേരെ കൊല ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. എന്നാൽ അവരിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇതിൽ ഏതാണ് ശരി? രാജാകുളന്തർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അക്കാലത്ത് പുറത്തിറങ്ങിയ പത്രങ്ങൾ ഇവനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ലോകം കണ്ട ഏറ്റവും ക്രൂരനായ സൈക്കോ കൊലയാളിയാണ് ജാക്ക് ദി റിപ്പർ. ആ ജാക്ക് ദി റിപ്പറിനേക്കാളും ബുദ്ധിശാലിയും ക്രൂരനുമാണിവൻ. ഒരിക്കൽ കോടതിയിൽ നിന്നും ജയിലിലേക്ക് പോകുന്ന വഴിക്ക് മാധ്യമപ്രവർത്തകർ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്തത്? അതിന് അയാൾ കൊടുത്ത മറുപടി ഇതാണ്: ഞാനെല്ലാം പറയാം, ജയിലിൽ നിന്നും പുറത്തു വന്ന ശേഷം. ആ സമയത്ത് മീഡിയക്കാരോട് അയാൾ ചില ചോദ്യങ്ങളും ചോദിച്ചു. എൻ്റെ ഡയറിയിൽ 14 പേരുണ്ടെന്നും ആ 14 പേരെയും ഞാൻ കൊല ചെയ്തുവെന്നും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ഡയറിയിൽ പേരുള്ള പലരും ഇപ്പോഴും ജീവനോടെയുണ്ട്. നിങ്ങൾ എന്താണ് അതേക്കുറിച്ച് എഴുതാത്തത്? എന്തോ വലിയ സത്യം പുറത്തു കൊണ്ടുവന്നു എന്ന് അഹങ്കരിക്കുന്ന നിങ്ങൾ അതുമാത്രം എന്താണ് പറയാത്തത്? രാജാകുളന്തറിന്റെ ഇരകളുടെ കുടുംബാംഗങ്ങൾ അയാൾക്ക് വധശിക്ഷ ലഭിച്ചാൽ മാത്രമാണ് തങ്ങൾക്ക് ന്യായം കിട്ടൂ എന്ന് പറഞ്ഞു. ഈ വാർത്തകളെല്ലാം പത്രത്തിൽ വന്നു. പത്രത്തിൽ വന്ന വാർത്തകൾ രാജാകുളന്തറും വായിക്കുന്നുണ്ട്. അയാൾ മാധ്യമങ്ങളെ കളിയാക്കിക്കൊണ്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു: നിങ്ങൾ പത്രങ്ങളിൽ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് എഴുതിയെന്ന് വിചാരിച്ച് എനിക്ക് വധശിക്ഷ വാങ്ങിച്ചു തരുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അറസ്റ്റിലായ രാജാകുളന്തറിനെ ജയിലിൽ ഒരു ഏകാന്ത തടവിലാണ് പാർപ്പിച്ചത്. അതായത് അയാൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സെല്ല്. അയാളുടെ ദിനചര്യകൾക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് രാജാകുളന്തർ ഉറക്കം എഴുന്നേൽക്കും. പിന്നെ 15 മിനിറ്റോളം യോഗാസനം ചെയ്യും. അതിനുശേഷം ഭഗവത്ഗീതയും രാമായണവും വായിക്കും. ജയിലിൽ ആ സമയത്തുണ്ടായിരുന്ന മറ്റ് ജയിൽ മേറ്റ്സുകൾ വളരെ ഭയത്തോടെയാണ് രാജാകുളന്തറെ കണ്ടത്. ഇവനൊരു നരഭോജിയാണ്,
മനുഷ്യരുടെ തലച്ചോറ് സൂപ്പ് വെച്ച് കുടിക്കുന്നവനാണ്. അവനെ ഏകാന്ത തടവിന് വിധിച്ചത് നന്നായി, അല്ലെങ്കിൽ തരം കിട്ടിയാൽ നമ്മളെയും അവൻ കൊന്നു തിന്നും. ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ. ജയിലിലായിരിക്കുന്ന സമയത്ത് രാജാ കൊളന്തർ ദിവസത്തിന്റെ 3/4 ഭാഗവും ധ്യാനവും പ്രാർത്ഥനയുമായിട്ട് കഴിച്ചുകൂട്ടും. ബാക്കിയുള്ള സമയം അയാൾ നിയമസംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കും. മാത്രവുമല്ല, താൻ നേടിയെടുത്ത അറിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയും അയാൾ ഉപയോഗിച്ചു. മറ്റു തടവുപുള്ളികൾക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ അപേക്ഷിക്കാം, അതിനുവേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് അയാൾ പറഞ്ഞു കൊടുക്കും. ഈ കാരണം കൊണ്ട് ജയിലിന്റെ ഉള്ളിൽ, അതായത് തടവുപുള്ളികൾക്കിടയിൽ അയാൾ പ്രശസ്തനായി. മറ്റു തടവുപുള്ളികൾ നിയമസംബന്ധമായിട്ടുള്ള ഉപദേശം തേടുവാനായിട്ട് രാജാ കൊളന്തറെ സമീപിക്കുവാൻ തുടങ്ങി. രാജായുടെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു തടവുപുള്ളി പുറത്തു വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഈ മനുഷ്യനാണോ 14 കൊലകൾ ചെയ്തത് എന്നോർത്ത് അത്ഭുതപ്പെട്ടിരുന്നു. ആർക്കും അത് വിശ്വസിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. മറ്റു തടവുപുള്ളികൾക്ക് പരമാവധി സഹായം ചെയ്യുവാനാണ് അയാൾ എപ്പോഴും ശ്രമിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്ര വലിയ ക്രൂരത ചെയ്തത് എന്നോർക്കുമ്പോൾ അതിശയം തോന്നുന്നു. കടുത്ത മതവിശ്വാസിയായിരുന്നു രാജാ കൊളന്തർ. അയാളെ പാർപ്പിച്ച സെല്ലിന്റെ എതിർവശത്ത് വേറെയും സെല്ലുകളുണ്ട്. അവിടെയാണ് തീവ്രവാദ കേസിൽ പിടിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്നത്. ജയിൽ അധികാരികൾ പണത്തിനു വേണ്ടിയിട്ട് ഈ തീവ്രവാദികൾക്ക് ചില ഇളവുകൾ ചെയ്തു കൊടുത്തിരുന്നു. അതായത് അവർക്ക് മാത്രം സിഗരറ്റ്, മറ്റു സാധനങ്ങൾ അങ്ങനെ തുടങ്ങിയവ കൊടുക്കുക. ഈ നിയമലംഘനം ചൂണ്ടിക്കാട്ടി രാജാ കൊളന്തർ ജയിൽ അധികാരികളുമായിട്ട് വഴക്കിട്ടിരുന്നു. അയാൾ ജയിലിന്റെ ഉള്ളിൽ എപ്പോഴും നിയമത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നിയമം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ വിചാരണ തടവുകാരനായിട്ട് കഴിയുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ ജയിലിന്റെ ഉള്ളിൽ വെച്ച് രാജാ കൊളന്തറെ കാണുകയുണ്ടായി. അദ്ദേഹം അവനോട്, "ഓ, നീയാണല്ലേ ആ ചോര കുടിക്കുന്ന കൊലയാളി" എന്ന് ചോദിച്ചു. രാജാ കൊളന്തർ മറുപടിയായിട്ട് തിരിച്ച് അദ്ദേഹത്തോട്, "ഞാൻ ചോര കുടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ" എന്ന് ചോദിച്ചു. ഈ തർക്കുത്തരം കേട്ട് കലി കയറിയ ആ പോലീസ് ഓഫീസർ അയാളെ അവിടെ ഇട്ട് മാരകമായിട്ട് മർദ്ദിച്ചു. മറ്റൊരിക്കൽ ജയിൽ വളപ്പിന്റെ ഉള്ളിൽ പരേഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ ഫോണിൽ ആരോടോ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് രാജാ കൊളന്തർ കണ്ടു. അവൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ അയാളോട് ചോദിച്ചു, "നിങ്ങൾ ആരാണ്?" അതിനു മറുപടിയായിട്ട് ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട്, "ഞാനും നിന്നെ പോലെ ഒരു ജയിൽ പുള്ളിയാണെന്ന്" പറഞ്ഞു. അടുത്ത നിമിഷം രാജാ കൊളന്തർ അയാളുടെ കരണം നോക്കി ഒരടി വെച്ച് കൊടുത്തു. ജയിൽ വളപ്പിന്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാനായിട്ട് നിനക്ക് ആരാണ് അധികാരം തന്നത്? എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അയാൾ ഒരു ട്രെയിനിങ് ഓഫീസർ ആയിരുന്നു. ഈ അപമാനം അയാൾക്ക് താങ്ങുവാനായിട്ട് കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അധികം വൈകാതെ മറ്റൊരു ജയിലിലേക്ക് അയാൾ സ്ഥലമാറ്റം വാങ്ങിപ്പോയി. ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ രാജാ കൊളന്തർ പകലാദേവി എന്ന ദേവതയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ചില ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. പകളാദേവി അമാനുഷികമായ ശക്തികൾ കൊടുക്കുന്ന ദേവതയാണ്. പകളാദേവിയെ ഏത് വിധേനയും പ്രീതിപ്പെടുത്തണമെന്നും പിന്നെ അമാനുഷികമായ കഴിവുകൾ നേടിയെടുക്കണമെന്നും വിചാരിച്ച് അയാൾ ചില പ്രാർത്ഥനകളും മറ്റും ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം ഉണ്ടായി. ഒരു രാത്രിയിൽ തന്റെ സെല്ലിന്റെ ഉള്ളിൽ ഒരു ഹോമകുണ്ഡം തയ്യാറാക്കി അയാൾ ഒരു പൂജ നടത്തി. അതിനുവേണ്ട അസംസ്കൃത വസ്തുക്കൾ ജയിലിന്റെ വളപ്പിൽ നിന്നും അയാൾ ശേഖരിച്ചതായിരുന്നു. പക്ഷേ അയാൾ വിചാരിച്ചതിലും കൂടുതൽ പുക ഉയർന്നു. അലാം ബെല്ലടിച്ചു. അധികാരികളുടെ അന്വേഷണത്തിൽ ആ പുക വരുന്നത് രാജാ കൊളന്തറിന്റെ സെല്ലിൽ നിന്നുമാണെന്ന് മനസ്സിലായി. ഇത് അക്കാലത്ത് വലിയ വാർത്തയായിട്ട് മാറിയതാണ്. "നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്" എന്ന് ചോദിച്ചപ്പോൾ അയാൾ അതിന് കൊടുത്ത മറുപടി ഇതാണ്: "വെറും സാധാരണക്കാരായ നിങ്ങളോട് അത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. താടിയും ജടയും നീട്ടി വളർത്തിയ ഒരു സന്യാസിയെ കണ്ടാൽ സാധാരണക്കാരായ നിങ്ങൾ അയാൾ ഒരു ഭ്രാന്തൻ എന്ന് വിളിക്കും. അമാനുഷികമായ സിദ്ധികളുള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്ത നിങ്ങളോട് ഞാനത് പറഞ്ഞിട്ട് എന്ത് കാര്യം?" രാജാ കൊളന്തറിനെ പോലെയുള്ള ആളുകൾ തങ്ങൾ മറ്റുള്ളവരെക്കാളും ഉയർന്നവരാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇയാളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ താൻ ഒരു രാജാവാണെന്നാണ് അയാൾ വിചാരിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഗസറ്റിൽ റാം എന്ന പേര് മാറ്റി രാജ എന്നാക്കിയത്. ഒരു രാജാവിന് ആരെയും ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട്, തനിക്കും ആ അവകാശമുണ്ടെന്ന് രാജാ കൊളന്തർ വിചാരിച്ചു. അതുകൊണ്ടാണ് തന്റെ ഡയറിയുടെ പുറംചട്ടയിൽ അയാൾ രാജാസ് ഡയറി എന്ന് എഴുതി വെച്ചത്. കൂടാതെ അയാളുടെ പന്നിഫാമിന്റെ മുൻപിലും രാജായുടെ ഫാം, രാജ ഇവിടെയില്ല, രാജ പുറത്തു പോയിരിക്കുന്നു, അങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതി വെച്ചിരുന്നു. ഓരോ വ്യക്തികളെ കൊല ചെയ്യുമ്പോഴും അയാൾക്ക് അതിനൊരു ന്യായമുണ്ടായിരുന്നു. താൻ ചെയ്യുന്നത് തെറ്റല്ല, താനൊരു രാജാവാണ്, താൻ അവരെ ശിക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. ഈ പ്രവൃത്തി നടപ്പിലാക്കുന്നതിലൂടെ താൻ നിയമം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. ഇതായിരുന്നു അയാളുടെ ന്യായം. ഒരിക്കൽ രാജാ കൊളന്തർ ഒരു ടാറ്റാ സുമോ വാടകയ്ക്കെടുത്തു. പിന്നെ തന്റെ ഫാമിലിയെയും കൂട്ടി അതിൽ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര മുൻപോട്ട് പോകുമ്പോഴാണ് അയാളുടെ മനസ്സിലൊരു തോന്നലുണ്ടായത്. പണ്ട് കാലത്ത് രാജാക്കന്മാർ ആനകളും രഥങ്ങളും ഉപയോഗിച്ചിരുന്നു. അവരുടെ സ്റ്റാറ്റസിന്റെ സിമ്പിൾസ് ആയിരുന്നു അതെല്ലാം. എന്നാൽ ഇന്നത്തെ കാലത്ത് കഥ വേറെയാണ്. പണക്കാരുടെ വീടുകളുടെ മുൻപിലായിട്ട് വലിയ കാറുകൾ കാണും. എന്തുകൊണ്ട് തനിക്ക് ഈ ടാറ്റാ സുമോ സ്വന്തമാക്കിക്കൂടാ? അങ്ങനെ അയാൾ ചിന്തിക്കുവാൻ തുടങ്ങി. വൈകാതെ കാറ് ഒരു വിജനമായ വഴിയിലേക്ക് പ്രവേശിച്ചു. രാത്രി സമയമാണ്. വഴിയുടെ ഇരുവശവും ഇടതിങ്ങിയ വനമാണ്. അവിടെ വെച്ച് രാജാ കൊളന്തർ ഡ്രൈവറോട് കാർ നിർത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം രാജാ കൊളന്തറും അളിയനായ വക്സരാജും ചേർന്ന് ഡ്രൈവറെയും ക്ലീനറെയും കൊലപ്പെടുത്തി. അവരുടെ ജഡം വനത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചു. പിന്നെ മടങ്ങി വന്ന് ടാറ്റാ സുമോയും എടുത്ത് വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം വെള്ള കളർ മാറ്റി പച്ച പെയിന്റ് അടിച്ചു. തീർന്നില്ല,
നമ്പർ പ്ലേറ്റിലും അയാൾ ഒരു തിരിമറി നടത്തി. തന്റെ മോട്ടോർ സൈക്കിളിന്റെ നമ്പർ എടുത്ത് ടാറ്റാ സുമോയിൽ ഒട്ടിച്ചു. ആ സമയത്താണ് ധീരേന്ദറിന് ഇതൊരു മോഷണ വണ്ടിയാണോ എന്ന് സംശയം തോന്നുവാൻ തുടങ്ങിയത്. ധീരേന്ദറിന് തന്റെ നേർക്ക് സംശയമുണ്ടെന്ന് രാജാ കൊളന്തർ മനസ്സിലാക്കി. അയാൾ പോലീസിലെങ്ങാനും പറഞ്ഞു കൊടുക്കുമോ, അതുവഴി താൻ പിടിക്കപ്പെടുമോ എന്ന് അയാൾ പേടിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം അയാളെ തന്റെ പന്നി ഫാമിലേക്ക് വിളിച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്തിയത്. ധീരേന്ദറിന്റെ കൈവശം ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. രാജാ കൊളന്തറിനാവട്ടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാനായിട്ട് അറിയില്ല. അതുകൊണ്ട് അയാൾ ഫോൺ ഉപയോഗിക്കുവാനായിട്ട് അറിയുന്ന മറ്റൊരാളെ സമീപിച്ചു. ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു തരുവാൻ ആവശ്യപ്പെട്ടു. ആ മനുഷ്യനാകട്ടെ ആ ഫോണിൽ നിന്നും രാജാ കൊളന്തറിന്റെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് ഒരു കോൾ വിളിച്ച് കാണിച്ചു. ആ കോളാണ് ഈ കേസിലെ വഴിത്തിരിവായിട്ട് മാറിയതും. ആ കോളിനെ ട്രേസ് ചെയ്താണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത്. പഴയ കാലത്തെ രാജാക്കന്മാരുടെ കഥകൾ വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ രാജാക്കന്മാരും ദാനധർമ്മങ്ങൾ നടത്താറുണ്ട്. ഈ കാര്യം രാജാ കൊളന്തറിനും അറിയാം. അയാൾ താൻ സ്വയം രാജാവാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് തന്നോട് കടം ചോദിക്കുന്ന ആളുകൾക്ക് അയാൾ ഒന്നും നോക്കാതെ പണം എടുത്തു കൊടുക്കുന്നത്. കാളി പ്രസാദും മുഹമ്മദും കടം ചോദിച്ചപ്പോൾ ഒന്നും നോക്കാതെ കടം കൊടുക്കുവാനായിട്ട് തയ്യാറായതിന് പിന്നിലും ഈ മനഃശാസ്ത്രമാണ്. എന്നാൽ പണം മടക്കി ചോദിച്ചപ്പോൾ കാളി പ്രസാദ് രാജാ കൊളന്തറിനെ വല്ലാതെ അപമാനിച്ചു. കാരണം അയാൾ ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അയാളുടെ ജാതീയമായിട്ടുള്ള അവസ്ഥയെ ചൂണ്ടിക്കാട്ടി നിന്നെപ്പോലെ ഉള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? ഞങ്ങളെപ്പോലെ ഉള്ളവർക്കാണ് ബുദ്ധിയുള്ളത്. എൻ്റെ ഉള്ളിൽ ഓടുന്നത് ബിസിനസ് മൈൻഡാണ്. നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും പണം മേടിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ നീ ഒന്ന് മേടിച്ചു നോക്ക്. ഈ മറുപടിയാണ് അയാളെ ചൊടിപ്പിച്ചത്. കാളി പ്രസാദിന്റെ ബുദ്ധി തന്നെ കീഴ്പ്പെടുത്തുമോ എന്ന് അയാൾ ഭയക്കുവാൻ തുടങ്ങി. അയാളുടെ ബുദ്ധി ഇരിക്കുന്ന തലച്ചോറ് കഴിച്ചാൽ തനിക്കും ആ ബുദ്ധി കിട്ടുമെന്ന് അയാൾ വിചാരിച്ചു. ആ ചിന്തയാണ് ഒരു കൊലപാതക പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ചില പ്രവൃത്തികൾ മറ്റൊരാളെ എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത് എന്ന് പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തിരിച്ചു കൊടുക്കുക. ഇന്നുവരെയും താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അയാൾ അംഗീകരിച്ചിട്ടില്ല. രാജാ കൊളന്തർ പറയുന്നത് ജനങ്ങളും മാധ്യമങ്ങളുമാണ് തന്നെ ഇങ്ങനെ ആക്കിയത് എന്നാണ്. 2000 ഈ കേസിന്റെ വിധി വന്നു. 14 മനുഷ്യരെ കൊല ചെയ്തതിന് അയാളെയും കുടുംബത്തെ ശിക്ഷിച്ചു. എന്നാൽ കോടതിയിൽ പോലീസിന് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞത് 3 കൊലക്കേസ് മാത്രമാണ്. ജേർണലിസ്റ്റ് ധീരേന്ദറിന്റെയും പിന്നെ ആ ടാറ്റാ സുമോയിലെ ഡ്രൈവറുടെയും ക്ലീനറിന്റെയും. രാജാ കൊളന്തർ, അയാളുടെ ഭാര്യയായ ഭൂലം ദേവി, അളിയനായ വത്സരാജ്, ഇവർക്കെല്ലാവർക്കും ജീവപര്യന്തം വിധിച്ചു. ഇവർ 3 പേരും ഇന്ന് ജയിലിലാണുള്ളത്. രാജാ കൊളന്തർ കാനിബാലിസം ചെയ്തു. മനുഷ്യരുടെ തലച്ചോറെടുത്ത് സൂപ്പ് വെച്ച് കുടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും കോടതിയിൽ പോലീസിന് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട്. തനിക്ക് ജീവപര്യന്തം കിട്ടിയ 2 കേസുകളും ഒന്ന് പുനഃപരിശോധിക്കുവാനായിട്ട് അയാൾ മേൽക്കോടതിയിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ കേസിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.